ഭാരതത്തെ നശിപ്പിക്കുന്ന രാജ്യദ്രോഹ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് പി.സി. ജോർജ്. ഭീകരവാദികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പി.സി. ജോർജ് വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, നിലപാടുകളിൽ നിന്നും പിന്നോട്ടില്ല, സധൈര്യം മുന്നോട്ട് എന്ന് തന്നെയാണ് പി.സി. ജോർജ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്? പി.സി. ജോർജ് അല്പസമയം മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അദ്ദേഹം അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്തിരുന്നുവെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളെ തുടർന്ന് അദ്ദേഹം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലെ ICUയിൽ തുടരുകയായിരുന്നു. ഇപ്പോൾ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. നേരെ അദ്ദേഹം പോകുന്നത് സ്വകാര്യ ആശുപത്രിയിലേക്കാണ്. അദ്ദേഹം ഇതിനോടകം തന്നെ ചികിത്സ നടത്തിക്കൊണ്ടിരുന്ന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തുടരാനാണ് അദ്ദേഹത്തിന്റെ പദ്ധതി. അത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹത്തെ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ടും തന്റെ നിലപാട് ആവർത്തിച്ചുകൊണ്ടുമാണ് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹം പറഞ്ഞു, ഭാരതത്തെ തകർക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹ ശക്തികൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് തുടരും. അവർക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ തുടക്കമായി തന്നെ ഇതിനെ കാണണമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. കൂടുതലൊന്നും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ ചികിത്സ നല്ല മികച്ച ചികിത്സ തന്നെയാണ് മെഡിക്കൽ കോളേജിൽ ലഭ്യമായത് എന്ന് അദ്ദേഹം പറഞ്ഞു. കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടിയാണ് താൻ നേരത്തെ ചികിത്സിച്ചിരുന്ന ആശുപത്രിയിലേക്ക് മടങ്ങുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ നിലപാടുകളിൽ മാറ്റമില്ല, ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഈ മതമൗലികവാദികൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഈ ജാമ്യം കിട്ടിയ വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് മകനും BJP നേതാവുമായ ഷോൺ ജോർജും ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചത്. ഈരാറ്റുപേട്ടയിൽ വിവിധ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ സാധൂകരിക്കുന്ന തലത്തിലുള്ള വിവിധ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. 30 വർഷത്തോളം അവിടുത്തെ ജനപ്രതിനിധിയായിരുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അതിൽ കൃത്യമായിട്ടുള്ള അറിവ് പി.സി. ജോർജിനുണ്ട്. ആ അറിവിനെ മുൻനിർത്തിക്കൊണ്ടാണ്, പിൻബലത്തിലാണ് പി.സി. ജോർജ് വിമർശനം ഉന്നയിച്ചത്. ആ വിമർശനത്തിന്റെ ശൈലിയിൽ ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായി ക്ഷമ അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി അദ്ദേഹം ഇത്തരത്തിലെ നീക്കങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് ആരും ധരിക്കേണ്ടതില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിജയത്തെ പോലും ബലി കഴിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെ ആ നീക്കങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള രാജ്യത്തിനെതിരെ നിൽക്കുന്നവർക്ക് അവരെ പുറന്തള്ളുന്ന നിലപാടിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ആരും കരുതണ്ട എന്ന് തന്നെ ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും പി.സി. ജോർജിന് ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയാണ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിന്റെയോ കൂടുതൽ തെളിവെടുപ്പിന്റെയോ അതുപോലെ തന്നെ ചോദ്യം ചെയ്യലിന്റെയോ മൊഴിയെടുപ്പിന്റെയോ ആവശ്യമില്ല എന്നുള്ളത് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി ജാമ്യം അനുവദിച്ചത്. നേരത്തെ തന്നെ പി.സി. ജോർജിനോട് രാഷ്ട്രീയ ശത്രുത പുലർത്തുന്ന സമീപനമായിരുന്നു CPM സർക്കാർ, പിണറായി സർക്കാർ സ്വീകരിച്ചത്. പല ഘട്ടങ്ങളിലും നമ്മൾ അത് കണ്ടതാണ്. കാരണം പി.സി. ജോർജും മറ്റ് BJP നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്നത് പോലെ തന്നെ മറ്റ് നേതാക്കന്മാർ, പ്രത്യേകിച്ച് ചില മതന്യൂനപക്ഷങ്ങളിലെ നേതാക്കന്മാർ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയിട്ടും അവർക്കെതിരെ ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ പി.സി. ജോർജ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമീപനം, നിലപാട് വ്യക്തമാക്കുമ്പോൾ അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് കേസെടുക്കാനുള്ള തിരക്കിട്ട നീക്കം ആഭ്യന്തര വകുപ്പ് അത്തരത്തിലുള്ള തിരക്കിട്ട നീക്കം നടത്തുന്നു. പക്ഷേ അതൊന്നും വില പോകില്ല. അങ്ങനെ ഭയക്കുന്ന ആളല്ല ഞാൻ. ദ്രോഹ നിലപാടുകൾ ആര് നടത്തിയാലും അതിന് കൃത്യമായ രീതിയിൽ വിമർശിക്കും. അങ്ങനെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കും, സധൈര്യം ആ ഒരു പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകും. അത്തരത്തിലുള്ള നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിക്കുക തന്നെയാണ് പി.സി. ചെയ്യുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഷോൺ ജോർജ് ഇക്കാര്യത്തിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഉറച്ച നിലപാടെടുത്തതിന്റെ ഭാഗമായാണ് മുസ്ലിം ലീഗ് ഇദ്ദേഹത്തിനെതിരെ, പി.സി. ജോർജിനെതിരെ തിരിയാൻ കാരണമായത് എന്നാണ്. ഒപ്പം തന്നെ ആ നടപടികളോട് മുസ്ലിം ലീഗ് ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട്, ജാമ്യം ലഭിക്കാത്ത ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത്തരത്തിൽ പി.സി. ജോർജിനെതിരെ ഒരു വേട്ടയാടൽ എന്ന് പറയുന്നത് വലിയ നിരവധി കാലമായിട്ട് തുടരുകയാണ്. ഏതെങ്കിലും തരത്തിൽ കടന്നാക്രമിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രീണന രാഷ്ട്രീയത്തെയും എല്ലാം തുറന്നാക്രമിക്കുന്ന ഒരു വ്യക്തിയാണ് പി.സി. ജോർജ്. അത് യാതൊരു വിധത്തിൽ മറയുമില്ലാതെ വെട്ടി തുറന്ന് പറയുകയും കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന പി.സി. ജോർജ് വേട്ടയാടപ്പെടുക എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ്. പക്ഷേ
അത്തരത്തിൽ ഒരു ഭരണകൂട ഭീകരത എന്ന് തന്നെ വിളിക്കപ്പെടാവുന്ന തരത്തിലേക്ക് നടപടിക്രമങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ വസ്തുത. നമുക്കറിയാം, ഇന്ന് ഈ കോടതിയിൽ ഇത്തരത്തിലുള്ള വാദം നടക്കുമ്പോൾ ഒരു ദിവസം പോലും പോലീസ് ജയിലിൽ PC ജോർജ് കിടക്കേണ്ടി വന്നിട്ടില്ല എന്ന് പരിദേവിക്കുന്ന അഭിഭാഷകനെ എല്ലാം കാണുകയുണ്ടായി. അതായത് അവരുടെ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ഇത്തരത്തിൽ പരാതിക്കാർക്ക് ഉണ്ടായിരുന്നത് എന്ന് അവരുടെ വാദങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഏതെങ്കിലും തരത്തിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലോ മറ്റോ ആയിരുന്നില്ല ഇത്തരത്തിലൊരു ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടത്തുക. അങ്ങനെയെങ്കിലും ഇത്തരത്തിലുള്ള വെട്ടിത്തുറന്ന് പറയലിനെ ഒരു തടയിടാൻ PC ജോർജിന്റെ ഈ ആക്രമണോത്സുകമായിട്ടുള്ള പ്രവർത്തനത്തെ തടയിടാൻ ഉള്ള ഒരു ശ്രമം എന്നുള്ള നിലയ്ക്കാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അവർ കണ്ടത് തന്നെ. പക്ഷെ അതിന് നിന്നു കൊടുക്കാൻ തയ്യാറല്ല എന്ന് കൃത്യമായി ഈ റിമാൻഡിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോഴും അദ്ദേഹം കൂടുതൽ വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ച പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പ്രസംഗങ്ങൾ, രാജ്യവിരുദ്ധ പ്രസ്താവനകളെല്ലാം തന്നെ ഇതോടകം പലരും നടത്തിയിട്ടുണ്ട്. അവർക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും പരാതികൾ ഉണ്ടായിട്ടും കേസെടുക്കാനോ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാനോ തയ്യാറായിട്ടില്ല. പക്ഷെ PC ജോർജിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു അമിത ആവേശം ഉണ്ടാകുന്നു. അതെന്തുകൊണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കാൻ ഈ ഒരു സംഭവത്തെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് PC ജോർജ് പറഞ്ഞു വയ്ക്കുന്നത്. ഇതൊരു പോരാട്ടത്തിന്റെ തുടക്കം തന്നെയാകുമെന്ന് തന്നെ PC ജോർജ് ഇന്ന് ആശുപത്രി വരാന്തയിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. സുരേഷ്, തന്റെ നിലപാടുകളുമായി സധൈര്യം മുന്നോട്ട് എന്ന് തന്നെയാണ് PC ജോർജ് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളാണ് കോട്ടയത്ത് നിന്നും മിഥുനയ്യപ്പൻ നൽകിയത്.